പ്രഭാസിന്റെ റീസെന്റ് റിലീസായിട്ടുള്ള കൽക്കി 2898 AD എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആ ഒരു സിനിമയിൽ തോന്നിയത് വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ആ ഒരു കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനാണെങ്കിലും വളരെ ഡെപ്ത് ഉണ്ട്. അവർക്ക് ഈ സിനിമയിൽ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. നമ്മൾ പറയുന്നത് ഗസ്റ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ചല്ല, ഈ സിനിമയിൽ വരുന്ന പ്രോപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച്. ഇപ്പോൾ പ്രഭാസിന്റെ ക്യാരക്ടർ ആയാലും ആ പ്രഭാസിന്റെ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു ഡയമെൻഷൻസ് ഉണ്ട്. അത് മഹാഭാരതമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം സാധാരണ നമ്മൾ സിനിമ കാണുന്നത് പോലെ ഒരു മഹാഭാരത സിനിമ അതുപോലെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുമയില്ല. പക്ഷേ ഈ സിനിമയിൽ ആ ഒരു ഫ്യൂച്ചർ പറയുന്നതും അല്ലെങ്കിൽ ആ ഒരു കൊളാബറേഷനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നാഗിന്റെ ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. അത് ആ വിഷ്വലൈസേഷൻ ആണെങ്കിലും കിടിലായിട്ട് ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ കിടിലൻ ക്യാരക്ടറാണോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചനാണ് ഈ സിനിമയിൽ കിടിലായിട്ടൊരു പെർഫോം ചെയ്തിരിക്കുന്നത്. 81 വയസ്സിൽ ഇമാതിരി